പള്ളി അടിച്ചുവാരിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയുടെ കാര്യങ്ങൾ അനുചരരോട് തിരക്കി. മരിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാ പോട്ടെ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ എന്താണ് എന്നോട് അറിയിക്കാതിരുന്നത്? ഏറ്റവും ചുരുങ്ങിയത് ദല്ലൂനി അല ഖബരിഹ, ആ പെണ്ണ് മറവിട്ട് കിടക്കുന്ന ഖബറെങ്കിലും എനിക്ക് കാണിച്ചു തരൂ, അവർക്ക് പ്രാർത്ഥിക്കട്ടെ, നിസ്കരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. വളരെ സൗന്ദര്യം കുറഞ്ഞ വിരൂപനാണ് എന്ന് വിചാരിക്കുന്ന ഒരു സ്വഹാബിയാണ് ജുലൈബീബ് എന്ന പേരുള്ള സ്വഹാബി. ആ സ്വഹാബിയെ നിബിതങ്ങൾ അടുത്തിരുത്തി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല തതസവ്വജ്, മോനെ കല്യാണം കഴിക്കുന്നില്ല, ആര് കെട്ടിച്ചേരാൻ നബിയെ എനിക്ക്, ആരാണ് എനിക്കുള്ളത്? അന്നേരം തങ്ങൾ പറയുന്ന ഒരു ഉത്തരവുണ്ട്, പിന്നെ ഞാനെന്തിനാണ് എന്നാണ് ആ ഉത്തരത്തിന്റെ താല്പര്യം. ആ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയുടെ മകളെ വിവാഹാലോചനക്ക് നേതൃത്വം നൽകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കണം. മദീനത്തെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിന്റെ വിവരങ്ങൾ ലോകത്തിന്റെ ദിഗന്ധങ്ങളിൽ പ്രകമ്പനങ്ങളായി മുഴക്കുന്നതോടൊപ്പം തന്നെ ആരെല്ലാമാണോ അവമതിക്കപ്പെടാൻ സാധ്യതയുള്ളത് അവർക്കൊക്കെ വേണ്ടി ശബ്ദിക്കാനാണ് അവിടുത്തെ ജീവിതം ഒഴിഞ്ഞുവെച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സാഹിത്യത്തിന്, അക്ഷരങ്ങൾക്ക്, വായനകൾക്ക് മൂർച്ചയുണ്ടാവേണ്ടത് നമുക്ക് വേണ്ടിയല്ല, ചുറ്റുവട്ടത്ത് വേദന അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്.